നീയെല്ലാം മനുഷ്യനാണോടോ? നീയെല്ലാം ചോറാ വഹിക്കുന്നത്. മലയാളികൾ ഒരുപാട് പൊളിയെന്ന് കേട്ടിട്ടുണ്ട്. നിന്നെപ്പോലത്തെ പരമച്ചറ്റകളെ എന്ത് ചെയ്യണമെന്നറിയോ? ആ ന്യൂസ് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് കരയുന്ന, ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്ന് കരയുന്നതും ഒരുപാട് സഹായങ്ങൾ എത്തിക്കുന്നുള്ളതും ഇല്ലാത്തവന് വരെ അവിടെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. വീടില്ലാത്തവര് വരെ കൊടുത്ത് അവിടെ സഹായിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്നെപ്പോലുള്ള ജന്തുക്കൾ പോയി കക്കാൻ ഇറങ്ങിയില്ലേ? ഈ ന്യൂസ് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നിപ്പോയി. വയനാട് ദുരന്തത്തിൽ ആ വീട് കുത്തി തുറന്ന് കക്കാനുള്ള ഇതുണ്ടല്ലോ നിനക്ക്. നീയല്ല എന്തിനാ ചോറാ വഹിക്കുന്നുള്ളത്? ഇത് ആ കട്ട സാധനം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കോ നിന്റെ കുടുംബത്തിനോ തിന്നാൻ പറ്റുമോ? അലിഞ്ഞു പോകും. ആ ഈ ന്യൂസ് കാണുന്നില്ലേ? കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ഈ മോനെ ഉണ്ടല്ലോ, ഡാഷ് മോനെ എന്ത് ചെയ്യണമെന്ന് അറിയാം? കൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാമറ കാര്യങ്ങളല്ല, ഇവനെല്ലാം പിടിക്കാൻ കഴിയുന്ന നോക്കണം. ഇങ്ങനത്തെ ആൾക്കാരെ കക്കുന്ന ഈ ന്യൂസ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് എന്താണെന്നുള്ളത്. എന്നിട്ട് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം. കാണുമ്പോൾ വിഷമം തോന്നിപ്പോയി. മുണ്ടകയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിന്റെ കാഴ്ചകൾ നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിനിടയിലും ഷെഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ വല്ലാതെ രോഷം കൊണ്ടുപോയി. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെ അടച്ചിട്ട ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയെന്നാണ് വാർത്ത. ബെയ്ലി പാലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇത് നടന്നത്. ശരിക്കും ഇബ്രാഹിമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. രേഖകളും പണവും ഉൾപ്പെടെ നഷ്ടമായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഇതിപ്പോ ഇവിടെ 2 പൂച്ചയുണ്ട്. ഞങ്ങൾ അന്ന് രാത്രി തന്നെ ഈ അപകടം നടന്ന ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് 3 പേര് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മരിച്ചുപോയി. താഴത്തെ വീടുണ്ടായിരുന്നു. ഒരു 40 ദിവസമായ ഒരു പ്രായമുള്ള ഒരു കുഞ്ഞും അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയത്. പിന്നെ ഇവിടെ ഒരു 100 പേരോളം നമ്മൾ വീടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി. അപ്പൊ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല. അത് മിസ്സായതുകൊണ്ട് നമ്മൾ മോന്റെ വീടിന്റെ ഇവിടെ അവിടേക്ക് പോയി. അവിടുത്തെ താമസം. അപ്പൊ ഞാനിപ്പോ ഇവിടെ 2 പൂച്ചയുള്ള കാരണം അവർക്ക് 3 നേരവും ഭക്ഷണം, നമ്മളെ കുഞ്ഞുങ്ങളെ പോലുള്ള ആണല്ലോ. അപ്പൊ അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്തു. അപ്പൊ വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാണ്ട്, അതുകൊണ്ട് ചില നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ 1 മണിക്കൂർ മുമ്പ് വന്നു. ഒരു 1:30ക്ക് 2 മണിക്കായിട്ട് ഞാൻ വന്നതാ. വന്ന് ഭക്ഷണം കൊടുത്ത് പോയി ലോക്ക് ചെയ്ത് പോയതാ. ഇപ്പൊ ഞാൻ വീണ്ടും വന്നപ്പോണ്ട് വാതില് തുറന്നു കിടക്കുന്നു. മുണ്ടകയിൽ നിന്നും ഈ മോഷണം നടന്ന വീട്ടിന് സമീപം ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ. നമ്മൾ ഒരു മഹാദുരന്തം നടന്ന ഒരു നാടാണിത്. അത് നമ്മുടെ ബെയ്ലി പാലം, ചൂരൽമലയിലെ ബെയ്ലി പാലത്തിന് 3 കെട്ടിടത്തിനിപ്പുറമാണ് ഈ മോഷണം നടന്ന സ്ഥലം എന്ന് പറയുന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മോഷണം നടന്നത്. പോലീസ്, ആർമി ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ NDRF സംഘങ്ങൾ, ഫയർഫോഴ്സ്, എക്സൈസ്, പോലീസ്, അങ്ങനെ സകല സംവിധാനങ്ങളും അവിടെ 24 മണിക്കൂറും അങ്ങനെ പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മനസാക്ഷിയില്ലാത്ത ആരോ ആ വീട് കുത്തി തുറന്ന മോഷണം നടത്തിയത്. കുറച്ച് പണം, അത് തുച്ഛമായ പണമേ ഉള്ളൂ. ആ പണവും രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയതായി ആ വീട്ടുടമ പറയുന്നുണ്ട്. ഈ ഇബ്രാഹിം, ചൂരൽമല സ്വദേശി ഇബ്രാഹിമിന്റെ വീട്ടിലായിരുന്നു മോഷണം നടന്നത്. ഇയാൾ ഈ വീട് ഈ ഉരുൾപൊട്ടലിന് ശേഷം അടച്ചിട്ട് മകന്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു. ശേഷം എല്ലാ ദിവസവും വീട്ടിലുണ്ടായിരുന്ന 2 പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് വന്നു. പിന്നീട് വൈകുന്നേരം വരുമ്പോഴാണ് ഈ വീടിന്റെ മുൻപത്തെ ഡോറ്, ഹോളിലെ ഡോറ്, അതേപോലെ തന്നെ അകത്തെ റൂമുകളുടെ ഡോറ് ഇതിറക്കം പൊളിച്ചിട്ട് തകർത്തിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ അലമാര കുത്തി തുറന്ന നിലയിലാണ് ഉണ്ടായത്. ഏതായാലും മേപ്പാടി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കും. ഒരൊറ്റ കാര്യമേ SKN പറയാനുള്ളൂ. കേരളം മുഴുവൻ ഈ മഹാദുരന്തത്തെ നേരിടാൻ വലിയ തരത്തിൽ കൈകോർക്കുമ്പോഴാണ് മനസാക്ഷിയില്ലാത്ത ആരോ ഇത്തരം നെറികെട്ട വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ പോലീസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഭാഗത്തെ പല വീടുകളിലും ഇങ്ങനെ ചില മോഷണ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൊഴിയൊന്നും കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് പോലീസിന് FIR എടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്